നിയമത്തിന്റെ അരികൾക്കുള്ളിൽ പൂട്ടും കട്ടായം ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് പ്രതിഷേധ മാർച്ച് സിന്ദാബാദ് പ്രതിഷേധ മാർച്ച് സിന്ദാബാദ് സ്കൂളിന്റെ സ്റ്റാറ്റസിന് വേണ്ടി സ്കൂളിന്റെ സ്റ്റാറ്റസിന് വേണ്ടി കുരുന്നു കുഞ്ഞിൻ കൊലയാളികളെ സംരക്ഷിക്കാൻ നോക്കുന്നവരെ ക്രൂരന്മാരാം അധ്യാപകരെ നിയമത്തിന്റെ കോടതിക്കുള്ളിൽ മറുപടി ഞങ്ങൾ പറയിപ്പിക്കും ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന മെഹ്റ എന്നൊരു വിദ്യാർത്ഥിയെ അരുങ്ങല ചെയ്യാൻ കൂട്ടുനിന്ന ഗ്ലോബൽ സ്കൂളിലെ അധികാരികളെ നിങ്ങൾക്കെതിരാണ് ഈ ശബ്ദം ക്രിമിനൽ മെന്റാലിറ്റികളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കശാപ്പശാലയ്ക്ക് സമാനമായ ഒന്നായി മാറുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. തന്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ മിഹർ അഹമ്മദ് എന്ന് പറയുന്ന പയ്യനെ അതിമൃഗീയമായ റാഗിങ്ങിന് വിധേയമാക്കുന്നു. നമ്മൾ കണ്ടു, യൂറോപ്യൻ ദേശത്തിലേക്ക് തലപിടിച്ച് കുടിച്ച് ഫ്രഷടിച്ച് അത്രമേ ക്രൂരമായ തരത്തിലാണ് ആ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് വിധേയമാക്കുന്നത്. ആ വിദ്യാർത്ഥിയെ റാഗിങ്ങിന് വിധേയമാക്കിയതിനു ശേഷം പ്രിയമുള്ളവരെ, ആ വിദ്യാർത്ഥിയുടെ മെഹ്ർ അഹമ്മദിന്റെ ഉമ്മ സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കും പരാതി കൊടുത്തിട്ട് ആ പരാതി ഒന്ന് തുറന്നു നോക്കാനോ അതുമായി ഒരു അന്വേഷണം നടത്താനോ കുറ്റം ചെയ്ത വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി നിയമപരമായ നടപടികൾ സ്വീകരിക്കാനോ ആ വിദ്യാലയത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്രമേൽ അപകടകരമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കണം. എന്നിട്ട് അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കഥ പറഞ്ഞുണ്ടാക്കുകയാണ്. എന്താ കഥ? മിഹർ അഹമ്മദ് ആദ്യം പഠിച്ച സ്കൂളിൽ മിഹർ അഹമ്മദ് മോശം സ്വഭാവക്കാരനായിരുന്നു. ഒരു പെൺകുട്ടിയെ തല്ലിയിട്ടുണ്ട് എന്നെല്ലാമുള്ള കഥകൾ